മുർസലുകൾ. അള്ളാഹുവിന്റെ മുർസലീങ്ങളെ സംബന്ധിച്ച് നാം എങ്ങനെ വിശ്വസിക്കുന്നു? ആദം നബി അലൈഹിസ്സലാം അവ്വലുൽ ബശർ, അവ്വലുൽ അംബിയ, അവ്വലുർ റുസുൽ, ആദ്യത്തെ നബിയും ആദ്യത്തെ റസൂലും ആദ്യത്തെ മനുഷ്യനുമായ ആദം അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷത്തിൽ പരം വരുന്ന അംബിയ മുർസലുകൾ അവർ തെറ്റ് ചെയ്യാത്തവരാണ്, അവർ കുറ്റം ചെയ്യാത്തവരാണ്. അവരുടെ ജീവിതത്തിൽ ഒരു തെറ്റും കുറ്റവും അവർ ചെയ്തിട്ടില്ല. ഇതാണ് മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസം. ഇത് വളരെ ലളിതമായി ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. അല്ലാഹുവിന്റെ അംബിയാ മുർസലുകൾ ജനങ്ങളോട് ഉപദേശിക്കുന്നത് എന്താണ്? ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിൽ തെറ്റ് ചെയ്യരുത്, അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കരുത്, അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി നിങ്ങൾ പറയരുത്, അല്ലാഹുവിന്റെ ആജ്ഞകൾ സ്വീകരിക്കുകയും അല്ലാഹുവിന്റെ നിരോധാജ്ഞകൾ എന്താണോ ആ വിഷയം വർജിക്കുകയും ചെയ്യണമെന്ന് ലോകത്തോട് പഠിപ്പിക്കുന്നവരാണ് മുർസലീങ്ങൾ. അവർ തന്നെ തെറ്റ് ചെയ്താലോ പിന്നെ തെറ്റ് ചെയ്യരുതെന്ന് പറയുന്നതിന് വല്ല അർത്ഥവും ഉണ്ടോ? ഇത് ആയത്ത് ഹദീസ് ഒന്നും വേണ്ട, ഇല്ലാത്തത് കൊണ്ടല്ല, ധാരാളം ആയത്തുകളും ഹദീസുകളും ഉണ്ട്. ഒരു ആയത്തും ഹദീസും ഓതാതെ സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുമല്ലോ. മുർസലീങ്ങൾ വന്ന് ഇവിടെ തെറ്റ് ചെയ്യാൻ പാടില്ല പഠിപ്പിക്കുന്ന ഇവർ നേരത്തെ തെറ്റ് ചെയ്താൽ ജനങ്ങൾ അവരെ സ്വീകരിക്കുമോ? ഒരിക്കലും സ്വീകരിക്കില്ല. ജനങ്ങൾ അവരെ അംഗീകരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവർ തെറ്റ് ചെയ്തിട്ടില്ല. തെറ്റാണെന്ന് ധരിക്കപ്പെടാവുന്ന വാക്കുകളും പ്രവർത്തനങ്ങളും അവരിൽ നിന്നുണ്ടായിട്ടില്ല. നിങ്ങൾ നോക്കൂ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗഹീദ് പ്രഖ്യാപനം നടത്തിയപ്പോൾ രാജ്യത്തിന്റെ നാനാഭാഗത്തുമുള്ള വലിയ വലിയ രാജാക്കൾക്കും നേതാക്കൾക്കും കത്ത് എഴുതി അറിയിച്ചു. സാർവലൗകികവും സാർവജനീനവും സമ്പൂർണവും പരിപൂർണവുമായ ഇസ്ലാം നീ സ്വീകരിക്കണം, അംഗീകരിക്കണം. എന്നാൽ നിനക്ക് രണ്ട് ലോകത്തെ രക്ഷയും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കത്തെഴുതി. കൂട്ടത്തിൽ അന്നത്തെ ക്രിസ്ത്യാനികളുടെ രാജാവായ കൈസറിനും എഴുതി. ആ എഴുത്ത് കൈസർ വായിപ്പിക്കുന്നു. കൈസറിന് അറബി അറിയില്ല, അദ്ദേഹം വായിപ്പിക്കും. ആരുടെ കത്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്ത്. എന്നാൽ ഈ കത്തെഴുതിയ വ്യക്തി എത്ര കണ്ട് നല്ല വ്യക്തിയാണെന്ന് മനസ്സിലാക്കണം. കത്തിന് വില കൽപ്പിക്കുന്നത് കത്ത് എഴുതിയ ആളുകളെ നോക്കിയിട്ടാണ്. കടലാസിന്റെ മേന്മയോ എഴുത്തിന്റെ നന്മയോ കത്ത് പരിഗണിക്കുന്നതിൽ പ്രാധാന്യമല്ല. പ്രധാനമന്ത്രിയുടെ കത്ത്, ഇന്ത്യൻ പ്രസിഡന്റിന്റെ കത്ത് എന്നൊക്കെ പറയുമ്പോൾ ആ കത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നത് പോലെ ഇവിടെ സാധാരണക്കാരനായ ഒരു വ്യക്തിയുടെ കത്തിന് പ്രാധാന്യമില്ല. അതുകൊണ്ട് തന്നെ ഈ കത്തെഴുതിയ വ്യക്തി എത്ര കണ്ട് ഉന്നതനാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൈസർ ചക്രവർത്തി അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നു. അബൂ സുഫിയാൻ അന്ന്
മുസ്ലിം അല്ല, മുശ്രിക്കുകളുടെ തലവനാണ്. അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യത്തിലൊരു ചോദ്യം, ഹൽ തത്തഹിമൂനഹു ബിൽ കദിബി. ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഹൽ തത്തഹിമൂനഹു ബിൽ കദിബ്. അല്ലയോ അബൂ സുഫിയാൻ, 40ാമത്തെ വയസ്സിലാണല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയാണെന്ന വാദം ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. റസൂലാണെന്ന് പറഞ്ഞത് 40 വയസ്സായപ്പോഴല്ലേ? എന്നാൽ ഈ 40 വയസ്സിന്റെ മുമ്പ് നീണ്ട 40 കൊല്ലം ആ മുഹമ്മദിൽ നിന്ന് കളവാണെന്ന് തോന്നാൻ സാധ്യതയുള്ള വല്ല വാക്കുകളും ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദ്യം. മുഹമ്മദ് നബി കളവ് പറഞ്ഞോ എന്നല്ല ആ ചോദ്യം. കാരണം അൽ അമീൻ അൽ അമീൻ എന്നാണ് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും വിശ്വസിക്കുന്നത്. വിശ്വസ്തൻ വിശ്വസ്തൻ, തുല്യതയില്ലാത്ത ഏക വിശ്വസ്തർ എന്നാണ് അള്ളാഹുവിന്റെ ഹബീബിനെ എല്ലാവരും വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ കളവ് പറയില്ല എന്ന് ഉറപ്പാണ്. എന്നാൽ അബൂ സുഫിയാന്റെ ചോദ്യം, ഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബി. കളവാണെന്ന് സംശയിക്കപ്പെടാവുന്ന, കളവാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാവുന്ന വല്ല വാക്കുകളും നീണ്ട 40 കൊല്ലത്തിനിടയിൽ മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇസ്ലാമിന്റെ കഠിന വിരോധിയായ ശത്രുവിന്റെ തലവനായ അബൂ സുഫിയാൻ പറയുന്നില്ല, അങ്ങനെ ഒരു വാക്ക് 40 കൊല്ലത്തിന്റെ ഇടയിൽ മുഹമ്മദിൽ നിന്നും നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്രയും അധികം സത്യസന്ധനാണ്. ഒരു വാക്ക് പോലും കളവ് പറയാത്ത, കളവാണെന്ന് തോന്നാൻ സാധ്യതയുള്ള വാക്ക് പോലും പറയാത്ത വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതിന്റെ മുമ്പ് കഴിഞ്ഞുപോയ മുർസലീങ്ങളും തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മുക്തരാണെന്ന് മുസ്ലിം സമുദായം വിശ്വസിക്കുമ്പോൾ ഇവിടുത്തെ മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും 2 കൂട്ടരും പറയുന്നു, മുഹമ്മദ് നബി ഒരു സാധാരണ മനുഷ്യനാണ്. സാധാരണ മനുഷ്യന്മാരിൽ നിന്നുണ്ടാകുന്ന തെറ്റുകളും കുറ്റങ്ങളും ചിലപ്പോൾ അവരിൽ നിന്നുണ്ടാകാം എന്ന് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത് പ്രവാചകന്മാർ അല്ലാഹു അല്ലെന്ന് മനസ്സിലാകാൻ വേണ്ടി ഇടയ്ക്കിടെ അമ്പിയാക്കളെ കൊണ്ട് കരുതിക്കൂട്ടി തെറ്റ് ചെയ്യിപ്പിക്കുന്നതാണ്. അല്ലാഹു തആല കരുതിക്കൂട്ടി തെറ്റ് ചെയ്യിപ്പിക്കും ഇവരെ കൊണ്ട്. എന്താണ്? ഇവർ അല്ലാഹു അല്ല എന്ന് ജനങ്ങൾക്ക് തിരിയാൻ വേണ്ടിയത്. അപ്പൊ ഇവരെടുക്കൽ അന്ന് ആരാ? അല്ലാഹു തആലയും സൃഷ്ടികളുമായുള്ള വ്യത്യാസം വെറും തെറ്റ് ചെയ്യലും ചെയ്യാതിരിക്കലും മാത്രമാണോ സഹോദരങ്ങളെ? അമ്പിയാക്കൾ അല്ലാഹു അല്ല, മുർസലീങ്ങൾ അല്ലാഹു അല്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇടക്കിടക്ക് തെറ്റുകളും കുറ്റങ്ങളും ചെയ്യിപ്പിക്കുമെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിൽ എഴുതിയിട്ടില്ലേ എന്ന് നിങ്ങൾ ചോദിക്കൂ. ഇല്ലെന്ന് പറയാൻ അവർക്ക് സാധ്യമല്ല. അല്ലാഹുവിനെ പറ്റി പറഞ്ഞതിപ്പോൾ നിങ്ങൾ കേട്ടു. തെറ്റ് ചെയ്യലും ചെയ്യാതിരിക്കലുമാണ് അല്ലാഹുവിന്റെ വിശേഷണം. അള്ളയും സൃഷ്ടിയുമായുള്ള വ്യത്യാസമെന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു. മുസ്ലിങ്ങളെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും പഴിച്ചുപോയി. മുജാഹിദിന്റെ മദ്രസയിൽ പഠിപ്പിക്കുന്ന പാഠപുസ്തകം, ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാഠപുസ്തകം നിങ്ങൾ എടുത്തു നോക്കൂ. മുഹമ്മദ് നബി ഒരു സാധാരണ മനുഷ്യനായിരുന്നു. മുഹമ്മദ് നബി ഒരു സാധാരണ മനുഷ്യനായിരുന്നു
എന്ന് ഒരു വിദ്യാർത്ഥിയുടെ ഹൃദയത്തിൽ പഠിപ്പിച്ചു കൊടുത്താൽ ആ വിദ്യാർത്ഥിയുടെ വിശ്വാസം പിടിച്ചു പോയില്ലേ? മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ അല്ല എന്ന് അറിയാത്തവർ ആരാണുള്ളത്? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് പറയുകയും ആ നബിയിൽ നിന്ന് തെറ്റുകളും കുറ്റങ്ങളും വരാമെന്ന് സമർത്ഥിക്കുകയും ചെയ്തു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ നേതാവായിരുന്ന